ഹായ് ഹലോ നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇയേഴ്സ് ടു പോസിറ്റീവ്. പല ആളുകളും മെസ്സേജ് അയക്കുകയും പരിഭവം പറയുകയൊക്കെ ചെയ്തു, എന്താണ് ഡിസംബർ 1 വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട് എന്താണ് മെസ്സേജ് ഒന്നും കാണാഞ്ഞത് അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് എന്നുള്ളത്. എല്ലാവരും ആ ഒരു ദിവസമാകുമ്പോൾ നമ്മളെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഡിസംബർ 1 ആയതുകൊണ്ട് തന്നെ കുറേയധികം പരിപാടികളും കുറേയധികം ക്ലാസ്സുകളും ഓൺലൈൻ സെമിനാറുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒന്ന് മുൻകൂട്ടി ഒരു വീഡിയോ എടുത്ത് വെക്കാനും പറ്റിയില്ല. അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി, അതാണ് സംഭവം. ഞാൻ പൊതുവെ പല മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും ന്യൂസ് പേപ്പേഴ്സിൻ്റെ റിപ്പോർട്ടും പല ഓൺലൈൻ ചാനലുകാരും പല വ്ളോഗേഴ്സും ഒക്കെ എടുത്ത് HIV കാര്യവും HIV പറ്റിയും എയ്ഡ്സിനെ പറ്റിയും ഒക്കെ വാതോരാതെ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം നമുക്കിപ്പം പറയാനായിട്ടില്ല, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സുനാമി പോലെ പോസിറ്റീവ് ആകുന്ന കുട്ടികളുടെ എണ്ണം കൂടും, അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ എണ്ണം കൂടും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നതാണ്. അത് പ്രഡിക്ഷനൊന്നുമല്ല, ഡേറ്റ വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ പറയുന്ന കണക്കുകൾ ഗവൺമെൻറ്റിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുടെ മാത്രമാണ്. സ്വകാര്യ ആശുപത്രികളിൽ സ്വകാര്യ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരുടെ ഡേറ്റാസ് ഒന്നും ഇതിൻ്റെ ലഭ്യമല്ല എന്നറിയണം. അപ്പോൾ ഈ സംഖ്യ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സംഖ്യ മാത്രമാണ്. അതിൻ്റെ 6-7 മടങ്ങായിരിക്കും ആക്ച്വൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ യഥാർത്ഥ കണക്ക്. ഈ പോസിറ്റീവായി എന്ന് പറഞ്ഞുകൊണ്ട് ആനകുതിര കാര്യമൊന്നും സംഭവിക്കില്ല. പല ചാനലുകാരും ഞാൻ ഇന്നലെ ഒരു ടൈറ്റിൽ കണ്ടു, പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം എത്ര ദുരിതപൂർവ്വം എന്നൊക്കെ പറഞ്ഞ് കണ്ടു. പോസിറ്റീവ് ആയിട്ടുള്ളവർക്കറിയാം ഒരു പ്രശ്നവുമില്ല, അവർക്ക് ഈസി ആയിട്ട് അത് മാനേജ് ചെയ്ത് പോകാം എന്നറിയാം. ഞാൻ അതിനെപ്പറ്റി പറയാനായിട്ടുള്ള ഇന്ന് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്, ആക്ച്വലി ഞാൻ ഭയപ്പെടുന്ന ഒരു സംഭവം, ഞാനിപ്പം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് HIV നിരക്ക് വളരെയധികം വർദ്ധിക്കുകയാണ്, ടീനേജേഴ്സിൽ വളരെയധികം കൂടുന്നു എന്ന് നമ്മൾ 2016-17 കാലഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2025 കഴിഞ്ഞ് 26 കയറാൻ പോവുകയാണ്. ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ MDMA മൂലമുള്ള വയലൻസ്, MDMA മൂലമുള്ള അബ്നോർമൽ സെക്ഷ്വാലിറ്റി, ഇതൊക്കെയാണ് നമ്മൾ ഇനി വരും വർഷങ്ങളിൽ കാണാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ കേരളം കാണുന്ന ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള ക്രൈം റേറ്റുകളും ക്രൈംസും അല്ലാതെ വളരെ വൈൽഡും വൾഗറുമായിട്ടുള്ള ക്രൈംസിലോട്ടൊക്കെ നമ്മളിനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ MDMA ഏതൊരാൾക്കും ഒരു അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ കയ്യിലെത്തുന്ന രീതിയിലുള്ള നെറ്റ്വർക്കായി കഴിഞ്ഞു കേരളത്തിൽ. ഏതൊരാൾക്കും അത് മദ്യം പോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത് യൂസ് ചെയ്ത് നോക്കണം എന്നൊക്കെ പ്രത്യേകിച്ച് ടീനേജേഴ്സിൽ വളരെയധികം താല്പര്യമുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതൊരു നോർമലായിട്ടുള്ള ഒരു കാര്യം പോലെയാണ് പല പെൺകുട്ടികളും യൂസ് ചെയ്യുന്നത്. ബാംഗ്ലൂരിലുള്ള പല പബ്ബുകളിലും അതൊരു നോർമൽ യൂസ് പോലെ തന്നെ ആയിക്കഴിഞ്ഞു. ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഇതിന് കണക്കുകളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നെറ്റ്വർക്കുകൾ അറിയാം. എന്നിട്ടും അറിഞ്ഞോ അറിയാതെയോ അവർ പലപ്പോഴും മൗനം പുലർത്തുന്നു. പല ടൂറിസ്റ്റ് ബസ്സുകളിലും അല്ലെങ്കിൽ ലോങ് സർവീസ് നടത്തുന്ന പല ബസ്സുകളാണ് ഇതിൻ്റെ മെയിൻ ഇടനിലക്കാർ. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ട്, പല കോളേജ് സ്റ്റുഡൻസ് ഉണ്ട് ഇതിൻ്റെ ഇടനിലക്കാരായിട്ട്. ഏറ്റവും മെയിനായിട്ടുള്ളതാണ് ഈ ഇപ്പോൾ ബാംഗ്ലൂർ കൊച്ചി സർവീസ് നടത്തുന്ന ഈ ലക്ഷറി ബസ്സുകൾ കേന്ദ്രീകരിച്ചാണ് ഇത് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് സജീവമാകുന്നത്. അപ്പോൾ ഞാൻ ഈ ഭയക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ HIV ഞാൻ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, അത് ഈസിലി മാനേജ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഞാൻ ഇനി ഭയക്കുന്നത് യുവാക്കൾക്ക് ഇടയിലുള്ള ഈ ഒരു അമിതമായിട്ടുള്ള MDMAയുടെ ഉപയോഗം മൂലം അവർക്കുണ്ടാവാനേ പോകുന്ന കുറേയധികം കാര്യങ്ങൾ, കുറേയധികം ഓർഗൻസിനുണ്ടാകാൻ പോകുന്ന കുറേയധികം പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ശരിക്കും എന്നെ ഈ ഒരു സമയത്ത് ഭയപ്പെടുത്തുന്നത്. 2025 അവസാന കാലഘട്ടത്തിൽ ഭയപ്പെടുത്തുന്നത്.
പിന്നെ നമ്മൾ ഭയപ്പെട്ടിട്ടോ നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞിട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ചാനലാണ്. അപ്പം ഇതിൽ നിന്ന് എത്രമാത്രം ആളുകളിലേക്ക് എത്തുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ ഇത് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയവായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ഇത് അയച്ചു കൊടുത്തിട്ട് പ്രത്യേകിച്ച് അതിൽ നിന്ന് അവർ മോചിതനാവത്തൊന്നുമില്ല. അതാണ് നമ്മൾ കണ്ടുവരുന്ന റിയാലിറ്റി. നമ്മൾ ഒരുപാട് പേഷ്യൻസിനെ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഉപയോഗിക്കാൻ ഇങ്ങനെ ടെൻഡൻസി ആയിട്ട് മുട്ടി നിൽക്കുന്നവരിത് കാണുമ്പോഴെങ്കിലും ഉപയോഗിക്കാതിരിക്കട്ടെ, അതിനെങ്കിലും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ പ്രയോജനമാവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേയധികം കുട്ടികൾ നമ്മളോട് സഹായം ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. കുറേയധികം ആളുകൾ പഠനത്തിന് വേണ്ടിയും പോസിറ്റീവായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ചെറിയ തൊഴിലിന് വേണ്ടിയൊക്കെ നമ്മളോട് സഹായം ചോദിക്കുന്നുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ അറേഞ്ച് ചെയ്തും പലരെയും കണക്ഷൻ മൂലം മുട്ടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേക്ക്, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കൊക്കെ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നേരത്തെ അവർക്ക് ഒരു മാസത്തെ മരുന്നിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പരിഗണിക്കാവുന്നതാണ്. ഞങ്ങളെ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഓർഗനൈസേഷന് ഒന്ന് ഡൊണേറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. കാരണം വളരെയധികം സ്ട്രഗ്ലിങ്ങിലാണ് പല ആളുകളും പോകുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.